നല്ല ക്രിസ്പി സമൂസയ്ക്ക് കൊണ്ടുള്ള ചെറിയൊരു ടിപ്പ് ഞാൻ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് പ്രോൺസ് വെച്ചിട്ടുള്ള ഒരു സമൂസയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമൂസയാണ്. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റ് ആയി തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് ഒരു 3 സവാളയും ഒരു ക്യാരറ്റും 2 പച്ചമുളക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇത്രയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇങ്ങനെ അരിഞ്ഞെടുത്താണ് കേട്ടോ. അത് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴിച്ചെടുക്കുക. നമ്മൾ ഓവറായിട്ട് ഇത് വഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ആ ഒരു മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഫുള്ളായിട്ട് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഒതുങ്ങി ഒരുപാടങ്ങ് വഴിച്ചെടുക്കരുതേ. അപ്പം ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ചെറിയൊരു ബൗള് 1 കപ്പ് വരും പ്രോൺസ് കേട്ടോ. 1 കപ്പ് പ്രോൺസ് എടുത്തിട്ട് അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തതാണ്. ആ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് നമുക്ക് ഈ ഒരു സവാള ഒരു ഇതൊക്കെ ഒന്ന് സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് നടുഭാഗത്തായിട്ട് നമുക്ക് ഒരു പ്രോൺസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഒരു ബട്ടറും വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. എന്നിട്ട് നമുക്കൊരു അടപ്പുകൊണ്ട് അടച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരു 6-7 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതുപോലൊന്ന് കളറൊന്നായി മാറി ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടും കേട്ടോ. എന്നിട്ടൊന്ന് വഴറ്റി ആദ്യം നിന്ന് ആ പ്രോൺസിന് വന്നിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വറ്റി തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ ആണ്, പിന്നെ ചേർത്തെടുത്ത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇത്രയും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിൽ വേറെ മസാല ഒന്നുമില്ല, ഇത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ അതാ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു സമൂസയ്ക്കുള്ള ഫില്ലിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ഒരു പറഞ്ഞ ടിപ്പ് ഇതാണ്. നമ്മളൊന്ന് ഗ്യാസ് സ്റ്റവ് ഒന്ന് ഓണാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഇവിടെ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന ഇതുണ്ടല്ലോ ലീഫ്, ഒരു സമൂസ ഷീറ്റ്, അത് നന്നായിട്ട് ഈ ഫ്ലെയിമിൽ ഇങ്ങനെ കാണിച്ച് തിരിച്ച് മറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതിന് ഓരോ ലീഫാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഓരോ ലീഫ് എടുക്കുക. ഇങ്ങനെ നമ്മളിതുപോലെ നമുക്ക് ആവശ്യമുള്ളത് അത്രയും എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലൊന്ന് തീയിലൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. നമ്മൾ വാഴയിലൊക്കെ വാട്ടിയെടുക്കില്ല, അതേ സെയിം മെത്തേഡ് തന്നെ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ എടുത്തിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഐഡിയ പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം ഒരു സ്റ്റോളിൽ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നത് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത സമയത്ത് നല്ലൊരു ട്രിക്കായിരുന്നു. അല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സമൂസ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഒരു ലീഫൊക്കെ നന്നായിട്ട് ഞാനവിടെ ചൂടാക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിംഗ് ഒന്ന് നിറച്ച് ഫോൾഡ് ചെയ്തൊന്നും നന്നായിട്ടൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒരു സമൂസ ഷീറ്റ് നമ്മൾ ആ ഒരു ചൂടാക്കി വെച്ചിട്ട് അതെടുത്തിട്ട് അത് നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണേ. എന്നിട്ട് ഇതിനുള്ളിലായിട്ട് നമുക്ക് ആ ഒരു ചെമ്മീൻ്റെ മസാല വെച്ച് കൊടുക്കാം. എപ്പോഴും നമ്മൾ ഈ സമൂസയ്ക്കൊക്കെ ഫില്ലിങ് നമ്മൾ വെക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം ലൈറ്റായിട്ട് വെക്കാവേ. ഓവറായിട്ട് നമ്മൾ ഫില്ലിംഗ് ഒക്കെ കുത്തി നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കാനായിട്ട് അത്ര സുഖം കാണില്ല. എന്നിട്ട് കുറച്ച് മൈദയും വെള്ളവും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പേസ്റ്റാണ് കേട്ടോ. അതിങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതവിടെ സമൂസ ഒക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു അരമണിക്കൂറത്തേക്കൊന്ന് ഫ്രീസറിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു കടായിലേക്ക് ആവശ്യം പോലെ ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതുപോലെ സമൂസ വെച്ചെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ സമൂസയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരിക്കലും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സമൂസ ഒന്നും ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. അപ്പോൾ ഒരു തീൻ്റെ ചൂട് കൂടുന്നതിനനുസരിച്ച് നമ്മൾ മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലോട്ടൊക്കെ ഒന്ന് ആക്കണം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നായി വരുന്ന സമയത്ത് ഇതുപോലെ തിരിച്ച് വെച്ചെടുക്കാം. അപ്പോൾ 2 സൈഡും ഏകദേശം നല്ലൊരു കളറൊന്ന് മാറി നന്നായിട്ടൊന്നൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ സമൂസ ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ നേരിട്ട് നമ്മൾ ആ ഒരു ഡയറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ലീഫിൽ ഇങ്ങനെ ഫില്ലിങ് നിറച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ബബിൾസ് ഒന്നും വരില്ല. പക്ഷേ ഇത് നല്ല ക്രിസ്പി ആയിരുന്നു. അതുപോലെ തന്നെ കഴിക്കാൻ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് കമൻസായിട്ട് താഴെ കൊടുക്കണേ. അപ്പോൾ ഈ വീഡിയോ റെസിപ്പിയും ഇഷ്ടമായാൽ മറക്കാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ഫേസ്ബുക്കാണ് കാണുന്നതെങ്കിൽ ഫോളോ ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യും. ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.